ദൈവം തന്ന അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥിക്കാം നമുക്ക് ആദ്യം. കർത്താവെ, താങ്ക് യു ലോർഡ്. ഇന്നത്തെ ദിവസം അങ്ങയുടെ വചനം ഞങ്ങൾ പഠിക്കുന്നത് കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിലും അനേകരുടെ ജീവിതത്തിലും പ്രയോജനമായി തീരുവാൻ ഇടയാക്കണം. ഞങ്ങളെ അങ്ങ് ട്രാൻസ്ഫോം ചെയ്യണേ കർത്താവെ. ഞങ്ങളുടെ ചിന്താഗതി അങ്ങയുടെ ചിന്താഗതിയാക്കി മാറ്റി തീർക്കണമേ. ഞങ്ങൾ ചിന്തിക്കുന്നത് കർത്താവ് ചിന്തിക്കുന്ന പോലെ ആക്കണേ കർത്താവെ. ഞങ്ങളുടെ ചേഞ്ച്, ഞങ്ങൾ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ലൈഫ് കൊണ്ട് ഞങ്ങൾ ചുറ്റുപാടുള്ളവർക്ക് വലിയൊരു ബ്ലെസ്സിങ് ആക്കി ഞങ്ങളെ മാറ്റി തീർക്കണേ. താങ്ക് യു ലോർഡ് ജീസസ്. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് എനിക്ക് എന്റെ ഈ ആഴ്ച മുഴുവൻ എന്നെ നടത്തിയ ചില വാക്യങ്ങളാണ് എന്റെ മനസ്സിൽ വന്നത്. അതിനകത്ത് ആദ്യത്തെ വാക്യം ഞാൻ വായിക്കാം. 2 പത്രോസ് 3-ാം അധ്യായം 9-ാം വാക്യം. 2 പത്രോസ് 3-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം. ഇവിടെ കർത്താവിന്റെ 2-ാം വരവിനെ പറ്റിയാ കർത്താവ് പറയുന്നത്. ആ വാക്യം ഞാൻ വായിക്കാം. ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. അതിനകത്ത് ഒരു വാക്യശകലം, അതായത് ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച്. കർത്താവിന്റെ ഹൃദയത്തില് വലിയൊരു വില കൊടുത്ത കർത്താവ് രക്ഷ മനുഷ്യരാശിക്ക് വേണ്ടി സമ്പാദിച്ചത്. അപ്പം ആ രക്ഷ എല്ലാവരും കൈക്കൊള്ളണം എന്നാണ് കർത്താവിന്റെ ആഗ്രഹം. നൺ ഷുഡ് പെറിഷ്. ആരും നശിച്ചു പോകരുത്. നോ ബഡി ഷുഡ് പെറിഷ്. ആരും നശിച്ചു പോകരുത് എന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. അപ്പൊ അതാണ് ഈ ഭാഗത്ത് നമ്മൾ കാണുന്നത്. 2 പത്രോസ് 3:9 ഞാൻ വായിച്ച്. നോ ബഡി ഇൻ ദിസ് വേൾഡ് ഷുഡ് പെറിഷ്. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടണം. അപ്പൊ നമ്മുടെ ജീവിതം മുഴുവൻ നമ്മൾ കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു ദൈവത്തിന്റെ ഹൃദയത്തിലെ ഈ വലിയ ആഗ്രഹം, അതായത് ആരും നരകത്തിൽ പോകരുത്, എല്ലാവരും യേശു കർത്താവിൽ കൂടിയുള്ള രക്ഷ അനുഭവിക്കണം അവരുടെ ആത്മാവില്. ഇതാണ് ദൈവത്തിന്റെ ഹിതം എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ആക്ച്വലി ബാക്കി എല്ലാ കാര്യങ്ങളും ആ വചനത്തിന് അനുസരണമായിട്ട് വരും. ഞാൻ അതിനെ ഈ ഒരു ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് ഞാനൊരു 3 വാക്യങ്ങൾ വായിക്കാനായിട്ട് ആഗ്രഹിക്കുക. റോമർ 8:28 നമുക്ക് ഏറ്റവും സുപരിചിതമായിട്ടുള്ള ഒരു വാക്യാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എങ്ങനെ ഈ വാക്യം, നമ്മൾ ആദ്യം വായിച്ച വാക്യം നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ ആദ്യം വായിച്ചു, കർത്താവിന് ആരും നശിച്ചു പോകുന്നത് കർത്താവിന് ഇഷ്ടമില്ല എന്ന് ഞാൻ വായിച്ചു. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ റോമർ 8:28 വായിക്കാം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. എനിക്കറിയാം നമ്മുടെ ജീവിതത്തിൽ, ഓരോരുത്തരുടെയും ജീവിതത്തില് ദൈവകൃപയാൽ ഈ ഒരു വാക്യം വളരെ അർത്ഥവത്തായി തീർന്നിട്ടുണ്ട് എന്ന് എനിക്കറിയാം. നമ്മളെല്ലാവർക്കും ഇപ്പോൾ അവസരം കൊടുത്താൽ സാക്ഷ്യങ്ങൾ പറയാൻ മാത്രമേ കാണുള്ളൂ. ഞാൻ എൻ്റെ ഒരു ചെറിയ കാര്യം ഈ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാം. ഞാൻ ആദ്യം വായിച്ച ദൈവവചനം, അതായത് ആരും നശിച്ചു പോകരുത്. എനിക്ക് 2 ദിവസം മുമ്പ് ഒരു ടെന്നീസ് എൽബോ ഉണ്ടായി. ടെന്നീസ് എൽബോ എന്ന് പറഞ്ഞാൽ എന്റെ ഇടത്തെ കൈയുടെ മുട്ട്, അതായത് ഈ ഭാഗം, മറ്റേ കൈയുടെ ഈ ഭാഗം സിവിയർ ഒരു പെയിൻ, വളരെ ഭയങ്കരമായിട്ടൊരു പെയിൻ വന്നു അവിടെ. എങ്ങനെയോ കൈ തിരിച്ചപ്പം വന്ന പെയിനാണ്. അപ്പം ഒത്തിരി ഇടയ്ക്ക് നമുക്ക് എല്ലാവർക്കും വരുന്ന കാര്യമാണ്. പക്ഷെ നമുക്ക് എത്ര പ്രാവശ്യം വന്നാലും ഓരോ പ്രാവശ്യം വരുന്ന വേദനയാണല്ലോ. അപ്പൊ അവിടെ ഭയങ്കര പെയിനായി. അപ്പൊ എനിക്ക് കൈ തിരിക്കാൻ വയ്യ. എന്നാലും അത് വെച്ചും ഒക്കെ മാനേജ് ചെയ്യുവാ ഞാൻ. അപ്പൊ ഇന്നലെ ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോ ഞാൻ ആക്ച്വലി എൻ്റെ ഒരു ഫ്രണ്ട് ഡോക്ടറിനെ കണ്ടു. ഈ വക കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നൊരു ഡോക്ടറാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, അയ്യോ എന്റെ കൈ ഇങ്ങനെ വേദനയുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരി ഉടനെ എൻ്റെ അടുത്ത് അതിന് ഒരു പർട്ടിക്കുലർ സ്പ്ലിന്റ് താഴെ പോയി ഫാർമസിയിൽ പോയി വാങ്ങിച്ചാൽ മതി, അത് ഇടാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് എന്നെ പറഞ്ഞു കുറച്ച് മരുന്നും കഴിക്കാൻ പറഞ്ഞു. ആ ഭാഗത്തിന് റെസ്റ്റ് കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ അതനുസരിച്ച് ഞാൻ താഴെ ഫാർമസിയിൽ പോയി. ആക്ച്വലി ആ സമയത്ത് ഇന്നലെ ഗുഡ് ഫ്രൈഡേ ആയിരുന്നതുകൊണ്ട് പേഷ്യൻസ് കുറവല്ല. ഞാൻ ആ സമയത്ത് OP-യിൽ പോയപ്പം പേഷ്യൻസ് ആരും എത്തിയിട്ടില്ല. അപ്പൊ ഞാൻ പെട്ടെന്ന് വിചാരിച്ചു, എന്നാൽ ഞാൻ ഈ സമയം ഉപയോഗിച്ച് സമയം വേസ്റ്റ് ആക്കണ്ട, ഫാർമസിയിൽ പോയി ഈ സാധനം വാങ്ങിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ താഴെ പോയി ഫാർമസി ചെന്നപ്പോഴേ 2 ഫാർമസി ഉണ്ട്. 2 ഇടത്തും
ഈ സ്പ്ലിന്റ് അവൈലബിൾ അല്ല. അപ്പൊ ഞാൻ കുറെ നേരം നിന്ന്, കാരണം എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞ് സ്റ്റോക്ക് തീർന്നായിരിക്കും, മേഡം ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ ഇച്ചിരി സങ്കടം, എന്റെ മനസ്സിൽ ആദ്യം വന്ന് ഇച്ചിരി സങ്കടം, അയ്യോ അത് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ നല്ലായിരുന്നല്ലോ, അതങ്ങ് ഇട്ടായിരുന്നെങ്കിൽ ആ ഭാഗം കൈ അനങ്ങാതെ ഇരുന്നേനെ. അപ്പൊ ഞാൻ അത് വിചാരിക്കുന്നതിനോടൊപ്പം തന്നെ ഓക്കെ, എന്നാ കർത്താവിന്റെ അടുത്ത പ്ലാൻ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചു. അപ്പൊ ആക്ച്വലി ഈ പെയിൻ വന്നപ്പോഴും ഞാൻ പല പ്രാവശ്യം ചിന്തിച്ചു, കർത്താവ് ഇതിനകത്ത് ഏതെങ്കിലും ഒരു വലിയൊരു ഉദ്ദേശമുണ്ട്, കർത്താവിന് ഒരു പ്ലാൻ ഉണ്ടെന്ന് ഞാൻ എപ്പോഴും അങ്ങനെ ചിന്തിക്കുന്നത്, എന്ത് സംഭവിച്ചാലും. എസ്പെഷ്യലി ഏറ്റവും നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യം വരുമ്പോഴാണ് അങ്ങനെ ഞാൻ ചിന്തിക്കുന്നത്. എപ്പോഴും അങ്ങനെ ഒരു ജീവിത ശൈലിയായി മാറി എന്റെ. അപ്പൊ ഞാൻ വിചാരിച്ചു, അപ്പൊ ഞാൻ അവിടെ ഇരുന്നപ്പോ പെട്ടെന്ന് വിചാരിച്ചു, എനിക്ക് ഒരാളോട് കുറെ നാളായിട്ട് സംസാരിക്കണം എന്നുണ്ടായിരുന്നു. അദ്ദേഹം ഞാൻ നിൽക്കുന്ന ഫാർമസിയുടെ അടുത്തുള്ള ഡിപ്പാർട്ട്മെന്റിലാണ്. അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പം അദ്ദേഹം ഫ്രീ ആയിട്ടിരിക്കുക. ഞങ്ങൾ കുറേ നേരം, ഏകദേശം എനിക്കൊന്ന് 1 മണിക്കൂറോളം, ഇന്നലെ ഗുഡ് ഫ്രൈഡേ ആയതുകൊണ്ട് പേഷ്യൻസ് ഒക്കെ ഒത്തിരി കുറവായിരുന്നു. 1 മണിക്കൂറോളം ഞങ്ങൾക്ക് ആത്മീയ കാര്യങ്ങളും പല പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനിടയായി. അവസാനം അദ്ദേഹം പറയാൻ ഇടയായി, എന്ത് നന്നായി മാമിനെ ഇപ്പൊ കണ്ടത്. പല കാര്യങ്ങൾ ഞാൻ ഓർക്കുമായിരുന്നു. ആക്ച്വലി എന്റെ കയ്യിൽ ആ പെയിൻ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ആ കാര്യം എന്റെ മനസ്സിലോട്ട് ഓടി വരത്തില്ലായിരുന്നു. ആക്ച്വലി കർത്താവ് ഒത്തിരി കാര്യങ്ങൾ ദൈവമക്കൾക്ക് ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഒരു വാക്യം, ആരും നശിച്ചു പോകരുത്. ഇതാണ് കർത്താവിന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതിനുവേണ്ടി നശിച്ചു പോകാൻ സാധ്യതയുള്ളവരോട് ജീവരക്ഷയ്ക്കുള്ള സുവിശേഷം പറയാൻ ആരെയാ ദൈവം ആക്കിയിരിക്കുന്നത്? ഓൾറെഡി രക്ഷിക്കപ്പെട്ട ദൈവമക്കളെയാണ്. അപ്പൊ ആ ദൈവമക്കള് വെറുതെ ഒരു സ്ഥലത്ത് മാത്രം ഇരുന്ന് ബൈബിൾ വായിച്ചുകൊണ്ടിരുന്ന കാര്യം നടക്കുന്നു. ഓഫ്കോഴ്സ് അവർക്ക് ചെയ്യാൻ പറ്റും, പ്രാർത്ഥിക്കാൻ പറ്റും. പക്ഷെ അല്ലാതെ മറ്റുള്ളവരോട് സംസാരിക്കുകയോ എൻകറേജ് ചെയ്യുകയോ ഷെയർ ചെയ്യണമെങ്കിൽ നമ്മൾ എഴുന്നേറ്റ് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ, ഓരോ സാഹചര്യം വരുമ്പോഴാണ് നമ്മൾ പലരെ മീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ അതുകൊണ്ട് ഞാനപ്പോ ഓർത്ത്, കർത്താവെ എനിക്ക് ആ സ്പ്ലിന്റ് കിട്ടിയില്ല, പക്ഷെ എത്ര വലിയൊരു കാര്യം ദൈവരാജ്യത്തിന് വേണ്ടി നടക്കാൻ ഇടയായി എന്ന് ഞാൻ ചിന്തിച്ചു. ഞാൻ വേറൊരു കാര്യം ഞാൻ വളരെ ഫേമായിട്ട് വിശ്വസിക്കുന്നത് ജീവിതത്തിലെ അനുഭവത്തിൽ കൂടിയാ. പല കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പല കാര്യങ്ങളും മറന്നുപോകും ചെയ്യാൻ. ചെയ്യണമെന്ന് ആഗ്രഹിച്ച കാര്യം, പക്ഷെ ഞാൻ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, മറന്നു പോകുമ്പോൾ ഞാൻ എന്നെ തന്നെയോ വേറെ ആരെയോ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഞാൻ ചെയ്യേണ്ടിയ കാര്യമാണെങ്കിൽ കർത്താവ് എന്നെ ഓർപ്പിച്ചു തരും. കാരണം എനിക്ക് മറവിയുള്ള ഒരാളാണ്. അല്ലെങ്കിൽ പ്രായം കൂടുന്തോറും മറവി കൂടി വരും. പക്ഷെ വേണ്ടിയ കാര്യങ്ങൾ വേണ്ട സമയത്ത് ചെയ്യാൻ കർത്താവ് ഓർപ്പിച്ചു തരും. അതിനു മുമ്പ് മറന്നു പോയെങ്കിൽ അത് ചെയ്യേണ്ട, അത്രേ ഉള്ളൂ. ദൈവത്തിന്റെ പ്ലാൻ അതായിരുന്നു. അല്ലെങ്കിൽ ദൈവം വേറൊരു കാര്യം ആ സമയത്ത് പ്ലാൻ ചെയ്തു. അപ്പൊ അതുകൊണ്ട് ജീവിതം വളരെ എളുപ്പമാണ്. അയ്യോ ഞാൻ മറന്നു പോകുന്നൊന്നും എനിക്കൊരു പേടിയേ ഇല്ല. ഞാൻ രണ്ട് കുടുംബങ്ങളെ കഴിഞ്ഞ ദിവസം കുറെ നാളായിട്ട് വിസിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. കഴിഞ്ഞ സൺഡേ ഉച്ച കഴിഞ്ഞ് ഞാൻ അവരോട് പറയുകയും ചെയ്തു ഇത്ര മണിക്ക് വരുമെന്ന്. പക്ഷെ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ അതിനെപ്പറ്റി അങ്ങ് മറന്നുപോയി. സാംസൺ രാത്രി ആയപ്പോ എൻ്റെ അടുത്ത് ചോദിച്ചു, നീ അവിടെ പോയായിരുന്നോ? അപ്പോഴേ അവർക്ക് അയ്യോ അത് മറന്നുപോയല്ലോ. അപ്പൊ ഉടനെ ഞാൻ ചിന്തിച്ച കാര്യം തന്നെ ഇത് മനസ്സിൽ വന്നു, കർത്താവിന്റെ ടൈം അല്ലായിരുന്നു, കർത്താവ് നന്മയ്ക്കായിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വേറൊരു ഫാമിലിയെ പറ്റി എനിക്ക് ഇച്ചിരി ബേർഡൻ ഉണ്ടായിരുന്നു. അതും ഞാനിങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നു. പക്ഷെ മിനിഞ്ഞാന്ന് രാത്രി എനിക്ക് അവരോട് എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചപ്പോൾ വളരെ വളരെ വിഷമിച്ചിരിക്കുന്ന ഒരു സമയമായിട്ട് അവർ പറയുമായിരുന്നു. അപ്പൊ ഇന്നലെ രാവിലെ ദൈവം ഇങ്ങനെ പ്ലാൻ ചെയ്യാൻ ദൈവം സഹായിച്ചു. അതായത് ജോലിക്ക് പോകുന്നതിന് കുറച്ച് നല്ല നേരത്തെ മുമ്പ് ഇറങ്ങി ഈ 2 ഫാമിലീസിനെ വിസിറ്റ് ചെയ്യാനായിട്ട് അവരുമായിട്ട് അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തു. ഈ 2 സ്ഥലത്തും പോകാൻ പറ്റി. ദൈവം അത് വലിയൊരു നന്മയ്ക്കായിട്ട് മാറ്റി തീർത്തു എന്റെ ജീവിതത്തില്, അവരുടെയും ജീവിതത്തിൽ. കാരണം ഞങ്ങള് ആത്മീയ കാര്യം, കർത്താവിന്റെ ക്യാരക്ടറെ പറ്റിയും കർത്താവിന്റെ മാത്രമല്ല പല കാര്യങ്ങള് ഞങ്ങൾക്ക് ചിന്തിക്കാനായിട്ട് ഇടയായി. ഞാൻ ഓർത്തു, ആ മറന്നുപോയ നന്മയ്ക്കായിട്ട് ദൈവം ആക്കിയത് സകലവും നന്മയ്ക്ക്. അപ്പൊ ഞാൻ ചുരുക്കം പറഞ്ഞാല്, ഒരു കാര്യം, ഒരു അസുഖം വന്നാലോ അല്ലെങ്കിൽ ഒരു കാര്യം മറന്നുപോയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ, അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവം നന്മയ്ക്കായിട്ടാണ് കൂടി വ്യാപരിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം ദൈവം പലപ്പോഴും നമ്മളൊരു പ്രയാസം വരുമ്പോഴും നമ്മൾ ആ പ്രയാസം മാത്രമേ നമ്മൾ കാണുള്ളൂ. വിശ്വാസത്താൽ ദൈവം ചെയ്യാൻ പോകുന്ന നന്മ മറന്നു പോകും. നമ്മള് വിഷമിച്ചാൽ നമ്മളെ നന്മ കാണത്തില്ല. അല്ലെങ്കിൽ ദൈവം ഒരു പ്രയാസം വരുമ്പോൾ, അയ്യോ, ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന വേറൊരു കാര്യമുണ്ട്, ഇതിനേക്കാട്ടിലും മോശമായിട്ടുള്ള എന്തെല്ലാം സംഭവിക്കായിരുന്നു. കഴിഞ്ഞ ദിവസം ഞങ്ങള് മോൾക്ക് ഒരു സ്ഥലത്ത് പോകണമായിരുന്നു, മോൾക്കും ഫാമിലിക്കും. അപ്പൊ അവരെ കൊണ്ടുവിടാനായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയി. അവരെ ഇറങ്ങി
ട്രെയിൻ ജസ്റ്റ് വരുന്ന സമയമായിരുന്നു. അത് കഴിഞ്ഞപ്പോ ഞങ്ങളുടെ വണ്ടി അനങ്ങുന്നില്ല. ഒന്നാമത് ആ റെയിൽവേ സ്റ്റേഷന്റെ പാർക്കിംഗ് എല്ലാം ഇപ്പൊ തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ ഭയങ്കര ഡിഫിക്കൽട്ട്, അവിടെ പണി നടക്കുന്നുണ്ട്. കറക്റ്റ് ആ പാർക്ക് ചെയ്യുന്നതിന്റെ നടുക്ക് വന്ന് വണ്ടി തന്നു. അപ്പൊ ഇത് ആദ്യം കേട്ടപ്പോഴും ആദ്യം വരുന്നത് അയ്യോ ഇപ്പൊ വണ്ടി, പക്ഷെ അങ്ങനെയല്ല. കർത്താവ് നന്മയ്ക്ക. എന്തൊക്കെ നന്മയെന്ന് എനിക്ക് അറിയത്തില്ല, ഞാൻ വിശ്വാസത്തിൽ പറയുക. ദൈവം നന്മയ്ക്കല്ല. ഞാൻ അപ്പൊ ഓർത്തു, കർത്താവെ ഇത് ഞാൻ വരുന്ന വണ്ടി വഴിയിൽ വെച്ചാ നടന്നായിരുന്നെങ്കിൽ എന്തായേനെ? സ്റ്റേഷനിൽ കൊണ്ടുവിടാനായിട്ട് പുറപ്പെട്ട പകുതി വഴിയായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? അതൊന്നും ദൈവം അനുവദിച്ചില്ല. ദൈവം എപ്പോഴും നന്മയ്ക്കായിട്ട് എന്ത് കാര്യങ്ങളും, എല്ലാ കാര്യങ്ങളും ദൈവം നന്മയ്ക്കായിട്ട് മാത്രമേ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്ത് സംഭവിച്ചാലും ഉടനെ ചിന്തിക്കണം, അയ്യോ എന്തെല്ലാം ഇതിനെക്കാട്ടിലും മോശമായിട്ട് സംഭവിക്കായിരുന്നു. അതുപോലെ ആക്ച്വലി ആ കാര്യം സംഭവിച്ച സമയത്ത് ഒരു 1-2 മണിക്കൂറിനുള്ളിൽ ചേർച്ചിലെ ബൈബിൾ സ്റ്റഡി ഉണ്ട്. സാംസങ് അത് എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ഈ വണ്ടിയെ എന്ത് ചെയ്യും? അവിടെ ഇട്ടിട്ട് വരാൻ പറ്റില്ലല്ലോ. കുറേ ഫോൺ നമ്പേഴ്സ് വിളിച്ചു, ഒരു ഫോൺ നമ്പേഴ്സ് എടുക്കുന്നില്ല. അവസാനം ഒരു നമ്പർ ദൈവം എടുപ്പിച്ചു. അവര് തന്നെ ക്രെയിൻ സർവീസിനെ അറിയിക്കും. കാരണം ഇത് ഭയങ്കര ഭാരമുള്ള ഒരു വണ്ടിയാണ്. ക്രെയിൻ സർവീസ് അവർ തന്നെ അറേഞ്ച് ചെയ്യാൻ സഹായിച്ചു. നമ്മൾ കൂടെ പോണ്ടി പോലും ഇല്ല, അവർ തന്നെ വന്ന് വണ്ടി വളരെ വേഗത്തിൽ ആൾക്കാർ വന്ന് വണ്ടി എടുത്തോണ്ട് പോകാൻ സാധിച്ചു. ദൈവം. അപ്പം നമുക്ക് ചുരുക്കം പറഞ്ഞാൽ എന്താ, നമ്മുടെ കാരണം കൊണ്ടോ വേറെ ആരുടെയെങ്കിലും കാരണം കൊണ്ടോ ആരുടെയും കാരണം അല്ലാതെയോ എന്ത് സംഭവിച്ചാലും, ഞാനൊരു ചുരുക്കം പറയട്ടെ, നമ്മൾ വണ്ടി ഓടിച്ച് സ്പീഡിൽ പോകുമ്പോൾ ഏതെങ്കിലും ഒരു മുമ്പിൽ പോകുന്ന വണ്ടിയുടെ കാരണം കൊണ്ട് നമ്മൾ സ്ലോ ആയി വന്നു, അപ്പൊ ഉടനെ നമ്മൾ എന്നാ പറയുന്നത്. അങ്ങനെ പോലും ഒരിക്കലും ഞാൻ പറയത്തില്ല. കാരണം എനിക്കറിയാം ആ ടൈമിങ്ങിന് ദൈവത്തിന് ഒരു പ്ലാൻ ഉണ്ട്. പലപ്പോഴും ഞാൻ അത് നടക്കുന്നത് പലപ്പോഴും അല്ല, എല്ലാ പ്രാവശ്യവും നടക്കുന്നത് കാണാറുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മുടെ ജീവിതം, നമ്മുടെ ചിന്താഗതി ആ രീതിയിൽ ദൈവത്തിന്റെ വചനാനുസരണം ഓറിയന്റ് ചെയ്താൽ, കാരണം ദൈവം പറഞ്ഞിരിക്കുന്നത് സകലവും നന്മയ്ക്കായിരുന്ന, ഒരെണ്ണം പോലും ഒന്ന് വിടാതെ നന്മയ്ക്കായിരുന്നു. അപ്പൊ പിന്നെ നമ്മളതങ്ങ് വിശ്വസിച്ചാൽ പോരെ. ഞാൻ കഴിഞ്ഞ ദിവസം വളരെ സങ്കടമായിട്ടൊരു കാര്യമുണ്ട്. എനിക്ക് വളരെ സ്നേഹിക്കുന്ന ഒരു പേഷ്യന്റിന് കുഞ്ഞ് വളരെ പ്രിമച്യൂർ ആയിട്ട് ജനിച്ചു. ജനിച്ചപ്പം കുഞ്ഞ് നല്ലായിരുന്നു. അത് കഴിഞ്ഞ് പക്ഷെ വളരെ വേഗത്തിൽ 8-ാമത്തെ 9-ാമത്തെ ദിവസം ആ കുഞ്ഞ് അങ്ങ് മരിച്ചുപോയി. അപ്പൊ വളരെ സങ്കടമായിരുന്നു. കാരണം ഒരു കുഞ്ഞ് മരിക്കുക എന്ന് പറഞ്ഞാൽ അതിന് ആ പ്രിമച്യൂരിറ്റിയുടെ കോംപ്ലിക്കേഷൻ കൊണ്ട് ആ കുഞ്ഞ് മരിച്ചുപോയി. അപ്പൊ ഞാൻ ഈ പേഷ്യന്റിനോട്, പെട്ടെന്നാണ് കുട്ടി മോശമായത്. അത് അറിഞ്ഞപ്പോ തൊട്ട് പല പ്രാവശ്യം ആ പേഷ്യന്റിനെ പോയി കാണാനും എന്നോട് സംസാരിക്കാനും അതിന്റെ കൂടെ നിൽക്കാനും ഒക്കെ ഇടയായി. അവസാനം ആ മരിക്കുന്ന ദിവസം വെന്റിലേറ്ററിൽ നിന്ന് മാറ്റുന്നത് ആ സമയത്ത് പേഷ്യന്റിനെ പിന്നെയും ഞാൻ ആ സമയത്തും ഞാൻ ഇച്ചിരി ഫ്രീ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ പേഷ്യന്റിനെ എന്റെ അടുത്തോട്ട് വിളിച്ചു കുറേ നേരം അവരോട് കർത്താവിന്റെ സുവിശേഷം പറയാനായിട്ട് ഇടയായി. അപ്പൊ ഞാൻ ഇങ്ങനെ അത് കഴിഞ്ഞ് എന്റെ മനസ്സിലിങ്ങനെ, അത് മുമ്പ് തന്നെ എന്റെ മനസ്സിൽ വന്നു, കർത്താവെ ഇവർക്ക് ഒരു കുഞ്ഞിനെ കിട്ടിയാൽ, ഈ കുഞ്ഞിനെ കിട്ടിയാൽ വളരെ നന്നായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ ആരും നശിച്ചു പോകരുതെന്നുള്ള വാഗ്ദത്ത പ്രകാരം, കർത്താവിന്റെ ഒരു ആഗ്രഹ പ്രകാരം ഈ മരിച്ച കുഞ്ഞ് എന്തായാലും കർത്താവിനെ അടുത്ത് പോകും. അപ്പൊ അതിന്റെ അമ്മയ്ക്ക് ആ കുഞ്ഞിനെ ഉറപ്പായിട്ടും ഇനിയും കാണണമെങ്കിൽ ആ അമ്മ കർത്താവിനെ അറിഞ്ഞാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇപ്പൊ ചിലപ്പോ അവർക്ക് ആ കുഞ്ഞിനെ കിട്ടിയായിരുന്നെങ്കിൽ ചിലപ്പോ ഒരിക്കലും അവർ സുവിശേഷം കേൾക്കത്തില്ലായിരുന്നു. അപ്പൊ ഞാൻ ഓർത്തു, ഈ ഒരു കാരണം ഇത് ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള നന്മ, കർത്താവിനെ അറിയുന്ന നന്മ അവർക്ക് ഉണ്ടാവട്ടെ. അപ്പൊ അത് എന്റെ ചുമതലയാണല്ലോ എന്നോർത്ത് കർത്താവ് വേറൊരു വാക്യം കൂടെ ഞാൻ വായിക്കാം. 2 വാക്യം കൂടെ വായിക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലാം വായിക്കുന്നത് ആദ്യം വായിച്ച വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ, അത് 2 പത്രോസ് 3:9 പറഞ്ഞിരിക്കുന്നത്, ആരും നശിച്ചു പോകരുത്, ഇതാണ് കർത്താവിന്റെ ആഗ്രഹം. ദൈവം ഇന്ന് രാവിലെ എന്റെ മനസ്സിൽ ഓർപ്പിച്ച ഒരു വാക്യം വായിക്കട്ടെ. ഫിലിപ്പിയ ലേഖനം 4:19 വാക്യം. ഫിലിപ്പിയ ലേഖനം 4:19. എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്നെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ഞാൻ ഈ വാക്യം എപ്പോഴും ആലോചിക്കാറുണ്ട്. അതായത് ദൈവരാജ്യത്തിന് 8 മണിക്ക് വേണ്ടി എപ്പോഴും ഞാൻ ഇത് ആലോചിക്കുന്നത്. എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ മഹത്വത്തോടെ തന്നെ ധനത്തിനൊത്തവണ്ണം. കഴിഞ്ഞ ദിവസം നമ്മുടെ ചേർച്ചില് ബാബുർഗി സഹോദരൻ വന്ന് മണിപ്പൂരിന്റെ ആവശ്യങ്ങൾ പറഞ്ഞു. മണിപ്പൂരിന്റെ ആവശ്യം പറഞ്ഞപ്പോ അവിടുത്തെ വിശ്വാസികളും അല്ലെങ്കിൽ എല്ലാം പോയി ഇപ്പം ജംഗിൾസിലാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞു. അതായത് അവിടെ ഒന്നും ഇല്ല അവർക്ക്. അപ്പൊ അവരുടെ പല ഓർഗനൈസേഷൻസ് അവർ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ടായിരിക്കും. അതിലൊന്നില് നമ്മുടെ സഹോദരനും കൂടി ഇൻവോൾവ് പറഞ്ഞു. 1.5 ലക്ഷം രൂപ വേണം ഒരു വീട് പണിയാനായിട്ട്.
അപ്പൊ ഇത് കേട്ടപ്പോ തൊട്ട് എന്റെ ഹൃദയത്തില് വലിയൊരു ആഗ്രഹം, കർത്താവ് എങ്ങനെ നമുക്ക് എന്ത് സഹായിക്കാൻ പറ്റും. ഞാനിങ്ങനെ ആഗ്രഹിച്ച് സാംചാനോട് പറഞ്ഞു, അച്ഛാ 2 വീടെങ്കിലും നമുക്ക് പണയം കൊടുക്കാൻ നമ്മുടെ ചേർച്ചിൽ നിന്ന് സാധിച്ചെങ്കിൽ കൊള്ളായിരുന്നല്ലോ, നമ്മുടെ കളക്ഷനിൽ നിന്ന് വല്ലതും എടുത്തു കൊടുക്കാൻ പറ്റുമോ എന്നിങ്ങനെ ഞാൻ ആഗ്രഹിച്ച് ചോദിച്ചതേ ഉള്ളൂ. കഴിഞ്ഞ ആഴ്ച ആയപ്പോഴത്തേക്ക് 2 സഭയിൽ വരുന്ന 2 വിശ്വാസികള്, അവർക്ക് ഒത്തിരി പൈസ ഉണ്ടായിട്ടല്ല, എനിക്ക് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാം. അവർക്ക് ആക്ച്വലി ഇപ്പൊ ഒരു സേവിങ്സും ഇല്ലാത്ത ഒരു സമയമാണ്. പക്ഷെ അവരുടെ പേഴ്സണൽ നീഡ്സും ഉണ്ട്. 2 കുടുംബങ്ങള് ഓരോരോ കുടുംബത്തിന്റെ ഓരോരോ 2 വീടുകളുടെ പൈസ കൊടുക്കാനായിട്ട് അവർ തീരുമാനിച്ചവർ അറിയിച്ചു. 1.5 ലക്ഷം വീതം എനിക്ക് 2 സെപ്പറേറ്റ് ആയിട്ട് അവർ അറിയിച്ചു. ഞാൻ വിചാരിച്ചു, കർത്താവ് ആഗ്രഹിക്കുമ്പം മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ചെയ്യാനായിട്ട് കർത്താവ് സഹായിക്കും. അത് പൈസയുടെ കാര്യത്തിൽ മാത്രമല്ല, ആത്മീയമായിട്ട് ആ 2 പത്രോസ് 3:9 മനസ്സിൽ വെച്ചിട്ട് നമ്മുടെ എല്ലാ സമയവും നമ്മുടെ ആഗ്രഹവും ചിന്താഗതിയും അതാണെങ്കിൽ കർത്താവ് എങ്ങനെയാ ചെയ്യാൻ പോകുന്നത്. ഞങ്ങള് വളരെ ആഗ്രഹിച്ചു. വളരെ ഇന്നത്തെ തലമുറയെ പറ്റി വളരെ ഒരു ബേർഡൻ എപ്പോഴും നമുക്ക് എല്ലാവർക്കും ഉണ്ട്. എനിക്ക് ഒത്തിരി ബേർഡൻ എപ്പോഴും ഞാൻ ചിന്തിക്കും, കർത്താവെ നമ്മള് ജീവിച്ചതോ അടുത്ത തലമുറ ജീവിച്ചതോ ആയിട്ടുള്ള ഞങ്ങളുടെ മക്കളുടെ പ്രായമുള്ള ജീവിച്ചതായിട്ടുള്ള തലമുറയല്ല ഇപ്പോഴത്തെ തലമുറയ്ക്ക് വേറെ ഒന്നും അറിയത്തില്ല. ഈ മൊബൈലും ഈ ഗാഡ്ജറ്റ്സും മാത്രമേ അറിയുള്ളൂ. അപ്പൊ നമുക്ക് വളരെ അവർ തെറ്റിപ്പോവാനും എല്ലാ രീതിയിലും മോശമായിട്ടുള്ള ഇൻഫ്ലുവൻസിൽ പോകാനുമുള്ള സാധ്യതയുണ്ടല്ലോ എന്നുള്ള കാര്യം എപ്പോഴും മനസ്സിലുണ്ട്. പണ്ട് നമ്മൾ പഠിപ്പിച്ച പോലെ സൺഡേ സ്കൂൾ പഠിപ്പിച്ചാലൊന്നും ഇന്നത്തെ കാലത്തെ ആൾക്കാർക്ക് അവരുടെ ലെവലിലോട്ട് നമ്മൾ ഇറങ്ങിച്ചെല്ലണം. വളരെ ഒരു ബേർഡനായിട്ടുണ്ട്. കുട്ടികൾ വിളിച്ചാൽ വരത്തില്ല, അല്ലെങ്കിൽ അവർക്ക് എന്ത് മനസ്സിലാവുമെന്ന് അറിയത്തില്ല. പ്രത്യേകിച്ച് ഈ 2 മാസം അവധി ഏപ്രിൽ മെയ് ദിവസങ്ങളിൽ എങ്ങനെ അവരെ എൻഗേജ് ചെയ്യും എന്നുള്ള വലിയൊരു ചിന്തയും ഭാരവും ആ സമയത്ത് ഞങ്ങൾ ഇങ്ങനെ ചിന്തിച്ചപ്പം പലരുമായിട്ട് സഭയിൽ ആലോചിച്ചപ്പം ശരി, നമുക്ക് ഏതെങ്കിലും രീതിയിൽ നമുക്ക് ഈ സമ്മർ ഉപയോഗിക്കാം പിള്ളേരെ വചനം പഠിപ്പിക്കാനെന്ന്. അപ്പൊ അതൊരു വലിയൊരു കാര്യമാണ്. കാരണം പിള്ളേർ വരണം, പിള്ളേരുടെയൊക്കെ ആകർഷണമായിട്ടുള്ള കാര്യങ്ങൾ അതിന്റെ സിലബസ് ഉണ്ടാക്കണം, അത് പഠിപ്പിക്കാൻ ആള് വേണം. അങ്ങനെയൊക്കെ ചിന്തിച്ചു എങ്ങനെ ചെയ്യണം. വളരെ നാളായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, സഭയിലും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഓർക്കുക എത്ര മനോഹരമായിട്ട് അത് ഏപ്രിൽ 2-ാം തീയതി തുടങ്ങുന്നതേ ഉള്ളൂ. പക്ഷെ കർത്താവ് എല്ലാം അറേഞ്ച് ചെയ്തു. ആഴ്ചയിൽ 3 ദിവസം വൈകിട്ടത്തെ സമയം 6 തൊട്ട് 7:30 വരെ ഈ 2 മാസം ചെയ്യാനായിട്ടുള്ള കരിക്കുലം ദൈവം ഓരോരുത്തരെ എഴുന്നേൽപ്പിച്ചു. അതിന്റെ പഠിപ്പിക്കാനുള്ള വചനങ്ങൾ കണ്ടന്റ് എഴുതാനായിട്ട്, ചിലര് പോസ്റ്റർ ഉണ്ടാക്കാനായിട്ട്, ചിലര് പഠിപ്പിക്കാൻ വില്ലിങ് ആയിട്ട്, ചിലര് മിഷണറി സ്റ്റോറി റെഡിയാക്കാനായിട്ട്, ചിലരെ അതിന്റെ ടെക്നോളജി നോക്കാനായിട്ട്, അങ്ങനെ ഓരോ കാര്യം ചെയ്യാനായിട്ട് ആൾക്കാരെ എഴുന്നേൽപ്പിച്ചു. ഞാൻ ഓർക്കുമായിരുന്നു, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം. അവിടെ ആ പൈസയുടെ കോണ്ടെക്സ്റ്റിലായി പറയുന്നെങ്കിൽ ഇപ്പൊ ബാക്കി എന്താ പറയുന്നത്, റിസോഴ്സസിന്റെ കാര്യത്തില് നമ്മളൊരു കാര്യം ആഗ്രഹിച്ചാൽ മതി. കാരണം കർത്താവിന്റെ ആഗ്രഹം എന്തോ ആരും നശിച്ചു പോകരുത്. ഒരു ഹാൻഡ്ഫുൾ ഓഫ് പിള്ളേരെ മാത്രമായിരിക്കും നമുക്ക് ഈ പ്രാവശ്യം പഠിപ്പിക്കാൻ പറ്റുന്നത്. പക്ഷെ റിപ്പിൾ ഇഫക്റ്റ് ആയിട്ട് അവര് പോയി അവരുടെ ക്ലാസ്സസിൽ പോയി കർത്താവിന്റെ ഒരു സാക്ഷിയായിട്ട് നിന്നാലോ എത്ര പേര് രക്ഷിക്കപ്പെടാൻ പോവാ. അപ്പം നമ്മുടെ ബേസിക് ആഗ്രഹം ആദ്യം ഞാൻ പറഞ്ഞ പോലെ ആരും നശിച്ചു, നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും നമ്മളെ തളർത്താനായിട്ട് വരുന്ന സാഹചര്യങ്ങള് അത് നന്മയ്ക്കായിട്ടാണ്. നമ്മളെ തളർത്താൻ വരുന്ന സാഹചര്യത്തിൽ ദൈവത്തിന് ധനത്തിനൊത്തവണ്ണം ദൈവം തീർത്തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു വാക്യം കൂടെ വായിക്കാം. ആവർത്തന പുസ്തകം 33:25. അത് ആക്ച്വലി മലയാളത്തിലും ഇംഗ്ലീഷിലും ഇച്ചിരി ഡിഫറെന്റ് ആയിട്ടാണ്, എന്നാലും ഞാൻ രണ്ടും വായിക്കാം. ആവർത്തന പുസ്തകം 33:25. ഓക്കെ, 25 ഇങ്ങനെയാ: നിന്റെ ഓടാമ്പൽ ഇരുമ്പും താമ്രവും ആയിരിക്കട്ടെ, നിന്റെ ബലം ജീവപര്യന്തം നിൽക്കട്ടെ. നിന്റെ ബലം ജീവപര്യന്തം നിൽക്കട്ടെ. ഇംഗ്ലീഷിൽ അത് ഒരു മിനിറ്റ് ഞാൻ വായിക്കാം. Deuteronomy 33:25. രണ്ടാമത്തെ ഭാഗം: അക്കോർഡിംഗ് ടു യുവർ ഡേയ്സ് സോ വിൽ യുവർ ലെഷർലി വാക്ക് ബി. അക്കോർഡിംഗ് ടു യുവർ ഡേയ്സ്, അതായത് ബേസിക്കലി നമുക്ക് എത്ര ദിവസങ്ങൾ കർത്താവ് നിർണയിച്ചിട്ടുണ്ടോ ആ ദിവസങ്ങൾ മുഴുവനും കർത്താവിന്റെ കൃപയോടും കർത്താവിന്റെ ബലത്തോടും ലെഷർലി ആയിട്ട് ഭാരമില്ലാതെ ബലത്തോടെ, നിന്റെ ബലം ജീവപര്യന്തം,
ജീവപര്യന്തം. ഞാനിത് ചിന്തിക്കാൻ ഒരു കാരണമുണ്ട്. ഞങ്ങളുടെ സഭയിൽ വരുന്ന ഒരു സഹോദരിയുടെ കാല് കഴിഞ്ഞ ദിവസം ഫ്രാക്ചർ ആയി. ആദ്യം ആ ഫ്രാക്ചർ മനസ്സിലായില്ല, പിന്നത്തേതിൽ ദൈവം അത് കാണിച്ചു തന്നു. അതിനെല്ലാം ദൈവത്തിന് ഒരു പ്ലാൻ ഉണ്ട്. അപ്പൊ ഞാൻ അത് ഒത്തിരി ഓർത്ത് സങ്കടപ്പെടുകയൊക്കെ ചെയ്തു. അപ്പൊ ഞാൻ ഈ വാക്യം ഇങ്ങനെ വായിച്ചു. ഈ വാക്യങ്ങളെല്ലാം ആ കോണ്ടെക്സ്റ്റിൽ എനിക്ക് ഓർമ്മ വന്നു. അതായത് ദൈവം നന്മയ്ക്കായിട്ടാ, അതും ദൈവം നന്മയ്ക്കായിട്ടാ. വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു സഹോദരിയെ നടക്കാൻ പറ്റുന്നത്. പക്ഷെ ദൈവത്തിന് വലിയ പ്ലാൻ ഉണ്ട്. എന്റെ മനസ്സിൽ ഒത്തിരി കാര്യങ്ങൾ അതോട് സംബന്ധിച്ച് വന്നു. ദൈവം നന്മയ്ക്കായിട്ട് ചെയ്യും എന്നുള്ള കാര്യം. അപ്പം ഞാൻ ഓർത്തത് മാത്രമല്ല, ജീവപര്യന്തം ആ ബലം, നിന്റെ ബലം ജീവപര്യന്തം നിൽക്കട്ടെ. കർത്താവ് ആ പ്രിയപ്പെട്ടവൾക്ക് ജീവപര്യന്തം ആ ബലം കൊടുക്കും. ദൈവത്തിന്റെ ഒരു പ്ലാൻ ഉണ്ട്, ദൈവത്തിന്റെ ഒരു പദ്ധതിയുണ്ട്. ദൈവം നന്മയ്ക്കായിട്ട് കൂട്ടിച്ചേർക്കും. ദൈവം അതിനുള്ള സ്ട്രെങ്ത് തരും എന്നുള്ളത് ഞാൻ ഓർത്തപ്പം ഈ വാക്യം കർത്താവ് എന്നോട് പറയുമായിരുന്നു, നീ എന്തിനാ ഇത്രയും വിഷമിക്കുന്നത്? എന്റെ വാഗ്ദത്വം അല്ലേ, നന്മയ്ക്കായിട്ട് ഞാൻ സകലവും, എന്നെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്നാണ് അറിയുന്നു. ഞാൻ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ഈ വചനങ്ങള് നമ്മൾ നടത്തട്ടെ. ഈ ആഴ്ച, വരുന്ന ആഴ്ച അതിനകത്ത് ഒറ്റ കാര്യം മാത്രം ചിന്തിക്കണം. കർത്താവിന് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, അതായത് ആരും നശിച്ചു പോകരുത്. നമ്മുടെ കൂട്ടത്തിലുള്ളവര്, ഞാൻ ഓർക്കുമായിരുന്നു, സഹോദരിക്ക് ചിലപ്പോൾ കാല് വയ്യാതെ അവിടെ ഇരിക്കുന്നത് കൊണ്ട് ആ സമയത്ത് ചിലപ്പം കാണാൻ വരുന്നവരോടും പ്രിയപ്പെട്ടവരോടും ബന്ധത്തിലുള്ളവരോടും ഒക്കെ കർത്താവിന്റെ മഹത്വത്തെ പറ്റി പറയാനായിട്ട് കർത്താവ് അവിടെ ഇരുത്തുമായിരിക്കും. ഒരു പ്രോഫറ്റ് പോലെ, അല്ലെങ്കിൽ ഒരു ഒരു ടീച്ചർ പോലെ. അപ്പൊ ഓരോ ദിവസം എക്സൈറ്റഡ് ആയിട്ട്, കർത്താവ് ഇന്ന് എന്തൊക്കെയാ ഞാൻ ആരോടൊക്കെയാ പറയേണ്ടത്, ആൾക്കാരെ എൻ്റെ അടുത്ത് കൊണ്ടുവരണമേ, എന്റെ കൂടെ സഹതപിക്കാനല്ല, അവര് വചനം കേൾക്കാനായിട്ട്. ദൈവം ഓടി നടക്കുമ്പോൾ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ചെയ്യുമെന്ന് ചിലപ്പോൾ നമ്മളെ ഇരുത്തുമ്പോഴായിരിക്കും ദൈവത്തിന്റെ രാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി ദൈവം ചെയ്യുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തില് ദൈവം എല്ലാം നന്മയ്ക്കായി ചെയ്യും. ദൈവം എല്ലാം നന്മയ്ക്കായി ചെയ്യും. ദൈവത്തിന്റെ ധനത്തിനൊത്തവണ്ണം ദൈവം പ്രൊവിഷൻസ് തരും. മാത്രമല്ല, ദൈവം ജീവപര്യന്തം നമ്മുടെ അക്കോർഡിംഗ് ടു യുവർ നമ്പർ ഓഫ് ഡേയ്സ്, അക്കോർഡിംഗ് ടു ദ നമ്പർ ഓഫ് യുവർ ഡേയ്സ്, സോ ഷാൽ യുവർ ലെഷർലി വാക്ക് ബി. എനിക്കത് ഒത്തിരി ഇഷ്ടമായി. അതായത് ഒരു ദിവസവും നമ്മൾ ഇന്നത്തെ ദിവസം എങ്ങനെ ചെയ്യുന്ന ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ദൈവം അത് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ഓർക്കുമായിരുന്നു, ഞാൻ പല കാര്യങ്ങൾ ഇൻവോൾവ് ആകുമ്പോൾ എന്റെ ചെറിയ മകളുണ്ട്. ആ മകളുടെ കൂടെ എപ്പോഴും എനിക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ വളരെ ആഗ്രഹമാണ്. ഇന്നലെ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് കൂടെ കുറെ സമയം ഒരുമിച്ച് അവൾ പഠിക്കുമായിരുന്നു, ഞാൻ ചുമ്മാതെ കൂടി ഇരിക്കുമായിരുന്നു. ഒത്തിരി സമയം അവൾ പഠിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കാൻ പറ്റി. ഞാൻ അത് വലിയൊരു അനുഗ്രഹമായി തീർന്നു. അവൾ പറഞ്ഞു, അമ്മ കൂടെ ഇരുന്നത് കൊണ്ട് എനിക്ക് ആ സബ്ജക്ട് തീർക്കാൻ പറ്റിയെന്ന്. പരീക്ഷ അടുത്ത ആഴ്ചയുണ്ട്. ഞാൻ ഓർക്കും, എല്ലാ ലെഷർലി ആയിട്ട് ഒരു പ്രയാസം, എൻജോയ് ചെയ്ത് ഈ ലൈഫ് ജീവിക്കാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ദൈവം ആ രീതിയിൽ ആഗ്രഹിക്കും. പക്ഷെ അതിന്റെ കൂട്ടത്തില് നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ രാജ്യത്തിന്റെ മഹത്വത്തിനും നമ്മുടെ നന്മയ്ക്കുമായിട്ട് കൂട്ടിച്ചേർക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കും. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആർക്കെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിച്ച് ദൈവവചനം അവസാനിപ്പിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഈ രാവിലെ സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ. ഞങ്ങൾ ഇന്ന് കേട്ട വചനം കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെ ആക്സിഡന്റിലല്ല കർത്താവെ, എല്ലാം അങ്ങ് അറിഞ്ഞുകൊണ്ടാണ്, അങ്ങ് അനുവദിക്കുന്നതാണ്. അതിനെ ഒരു വലിയ നന്മയും അങ്ങ് വെച്ചിട്ടുണ്ടെന്ന് കർത്താവെ മനസ്സിലാക്കുന്ന കർത്താവെ. ആ വിധത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏത് കാര്യത്തിലും കർത്താവെ വിഷമിച്ചിരിക്കാതെ, കർത്താവിന് എല്ലാത്തിനും ഒരു ഉദ്ദേശമുണ്ട്. അത് കർത്താവെ അത് അത് നിറവേറ്റുവാനാണ് കർത്താവ്. അത് മറ്റുള്ളവർക്കും ഒക്കെ ഒരു പ്രയോജനത്തിന് കർത്താവ് അത് ഇടയാക്കുവാനാണ് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ കുറവുകളൊക്കെ ക്ഷമിക്കണമേ. ഞങ്ങൾ ഇന്ന് കേട്ട വചനം അതനുസരിച്ച് കർത്താവെ, അങ്ങയുടെ രാജ്യത്തിന്റെ വ്യാപ്തിക്കായിട്ട് ഞങ്ങളെ തന്നെ കർത്താവെ എടുത്ത് ഉപയോഗിക്കുവാൻ സമർപ്പിക്കുന്ന കർത്താവെ. ഞങ്ങളോട് ഇടപെടുന്നവരോടൊക്കെ കർത്താവെ അങ്ങയെക്കുറിച്ച് ഞങ്ങൾക്ക് ഷെയർ ചെയ്യുവാൻ തക്കവണ്ണം ഞങ്ങളുടെ നാവുകളെ അവിടുന്ന് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങൾക്ക് തന്ന ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. എല്ലാ സഹോദരിമാർക്കായിട്ട് സ്തോത്രം. പ്രിയ മകളെ ഓർത്തും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവെ. ഞങ്ങൾ അടുത്ത ആഴ്ച കൂടി വരുന്നവരെയും ഇന്ന് ഞങ്ങൾ കേട്ട വചനത്തിന്റെ അടിസ്ഥാനത്തിൽ കർത്താവ് ജീവിപ്പാൻ വേണ്ട എല്ലാ കൃപയും തരയണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം എല്ലാം അങ്ങയ്ക്ക് മാത്രം. സകലവും ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.